നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2025 ചില പ്രധാന ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനം മാറുന്നത്, ട്രാൻസിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മെയ് മാസത്തിൽ വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ രാഹു കേതുക്കൾ ഓരോ രാശി പിന്നോട്ട് സഞ്ചരിക്കുന്നു. രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്ക് വരുന്നു. കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. രാഹു കേതുക്കൾ എപ്പോഴും 180 ഡിഗ്രി അകലത്തിൽ ആണ് സഞ്ചരിക്കുന്നത്. അതും പുറകോട്ടാണ് സഞ്ചാരം, വിലോമഗതിയാണ്. അപ്പം നമുക്ക് ഈ ശനിയുടെ രാശിമാറ്റമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ശനിയുടെ രാശിമാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും വളരെ ഭീതിയാണ്. പക്ഷേ ശനി ചില സ്ഥാനങ്ങളിൽ വരുന്ന കാലത്ത് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നമുക്ക് സിദ്ധിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ശനി നമ്മുടെ ജന്മക്കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ആ കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ജീവിത ഭാഗ്യാനുഭവങ്ങൾ നേടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ശനി ഒരു പാപഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഈ 3 ഭാവങ്ങളിൽ 3, 6, 11 ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് ശുഭഗ്രഹം നൽകുന്നതിലേറെ സ്ഥിരമായ ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ശനി ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നുണ്ട്. വ്യാഴം പോലെ തന്നെ അല്ലെങ്കിൽ ശുക്രൻ നൽകുന്നത് പോലെ തന്നെ ചില കാലങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നു. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് ആർക്കാണ്, 6-ാം ഭാവത്തിൽ ആർക്കാണ്, 11-ാം ഭാവത്തിൽ ആർക്കാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 11-ാം ഭാവത്തിലും, തുലാക്കൂറുകാർക്ക് ശനി 6-ാം ഭാവത്തിലും, മകരക്കൂറുകാർക്ക് ശനി 3-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് മീനൻ രാശിയിലേക്ക് കടന്നു കഴിയുമ്പോൾ. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നത് ഇടവക്കൂറിലാണ്. കാർത്തിക, രോഹിണി, മകയിരം, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി. അപ്പോൾ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിലാണ് ശനി വരുന്നത്. അപ്പോൾ 11-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന കാലമാണ്. ഭാഗ്യവും അനുഭവ ഗുണവും വരുന്ന കാലഘട്ടമാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമുക്ക് ദൈവാനുഗ്രഹം സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പലതും ദീർഘകാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതാണ് ബഹുവിധവ പ്രാപ്തി ഉത്കൃഷ്ട കീർത്തിയും എന്നാണ് 11-ാം ഭാവത്തിൽ ശനി വരുമ്പോഴുള്ള ഫലമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഏകാദശ സ്ഥാനത്ത് 11-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പം നമുക്ക് ബഹുവിധ വിഭവ പ്രാപ്തിയും ഉത്കൃഷ്ട കീർത്തിയും, നമുക്ക് നല്ല പ്രശസ്തിയും ലഭിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയകരമാകും. ഭാവനയിലുണ്ടായിരുന്ന കാര്യങ്ങൾ പലതും യാഥാർത്ഥ്യമാകും. വസ്തു തർക്കങ്ങളൊക്കെ മാറും, വസ്തു ലഭിക്കും, പൂർവിക സ്വത്തിൽ അവകാശം ലഭിക്കും. അതുപോലെ തന്നെ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ കാലത്ത് സാധിക്കും. അപ്പോൾ 2.5 വർഷമുണ്ട് ശനിയുടെ ഈ രാശി മാറ്റം എന്ന് പറയുന്നത്. ശനി അടുത്ത രാശിയിലൂടെ, മീനൻ രാശിയിലൂടെ അടുത്ത 2.5 വർഷം 2027 ജൂൺ മാസം തുടക്കം വരെ മീനക്കൂറിൽ കൂടെ സഞ്ചരിക്കും. അപ്പോൾ അത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് വാഹനം വാങ്ങിക്കാൻ സാധിക്കും, വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ ഒക്കെ സാധിക്കും, സ്ഥലം, കൃഷിഭൂമി വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തോടു കൂടി വേർപെട്ട് താമസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണെങ്കിൽ അവർ വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തെപ്പറ്റി നമുക്ക് ഒടുവിൽ പറയാം. പിന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. അതുപോലെ നമ്മളിൽ അസൂയ ജനിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ അസൂയ കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും ദൂഷണം പറയുകയൊക്കെ ചെയ്യുന്നവർ, അവർ പതുക്കെ നമ്മളിൽ നിന്ന് വിട്ടുപൊക്കോളും. അങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ നേരിടേണ്ടി വരും. എങ്കിൽ പോലും നമുക്ക് അവരെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിട്ടി നമുക്ക് നറുക്കിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുൻകൂറായിട്ട് തന്നെ പണം ലഭിക്കും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആസ്തി സൃഷ്ടിക്കാനായിട്ട് സ്ഥലം വാങ്ങിക്കുകയോ വീട് പണിയുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഭാഗ്യക്കുറികൾ, ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടത്തിന് സാധ്യതയുണ്ട്. 11-ൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് ലോട്ടറി ഭാഗ്യം ഈ പറഞ്ഞ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് സിദ്ധിക്കാനുള്ള യോഗമുണ്ട്. പിന്നെ ഇൻഷുറൻസിൽ നിന്നുള്ള തുക, നിക്ഷേപങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബോണസ് സഹിതം നല്ലൊരു തുക കയ്യിൽ വരും. ഭൂമി വാങ്ങിക്കാനായിട്ട് സാധിക്കും പറഞ്ഞല്ലോ. പിന്നെ പൈതൃക ഭൂമി കിട്ടുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഭൂമി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിൽക്കുന്നതിലൂടെ നല്ല ലാഭം ഉണ്ടാവുക. ഇതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടെ ഉണ്ട്. ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 ഇരട്ടിയിൽ കൂടുതൽ, ഏകദേശം നിയർലി 3 ഇരട്ടി തുകയ്ക്കാണ് ഇപ്പം സർക്കാർ വാല്യുവേഷൻ ഇട്ട് ഭൂമി എടുക്കുന്നത് പുതിയ നിയമം അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ റോഡിനും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ വേണ്ടി സ്ഥലം വിട്ടു കൊടുക്കുമ്പോൾ വലിയൊരു തുക കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം സിദ്ധിക്കുന്ന കാലമാണ്. ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള വളരെ നല്ലൊരു സാധ്യതയുള്ള സമയമാണ്. ഇൻ്റർവ്യൂവിനും ടെസ്റ്റും ഒക്കെ എഴുതുന്നവർ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. വിവാഹയോഗമുള്ള കാലമാണ്. സന്താന യോഗം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. രോഗ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് രോഗം നന്നായിട്ട് കുറയുന്നതാണ്. ചികിത്സകൾ നന്നായിട്ട് ഫലിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഈ ബിസിനസ്, കൺസ്ട്രക്ഷൻ, മെക്കാനിക്കൽ വർക്കുകൾ, ഇരുമ്പ് ഉപയോഗിച്ചുള്ള പ്രത്യേക കാര്യങ്ങൾ. ഇരുമ്പെന്ന് പറയുന്നത് ശനിയുടെ റെപ്രസെൻറ്റേഷനുള്ള ലോഹമാണ്. അപ്പം ഇരുമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ലെയ്ത്ത്, അങ്ങനെയുള്ള എൻജിനീയറിങ്ങുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം ഓർഡറുകൾ കിട്ടാനും അവരുടെ വ്യാപാരം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റീലിൻ്റെ ബിസിനസ് ചെയ്യുന്നവർക്കും ഈ കാലം ഗുണകരമാകും. പുതിയ പുതിയ മേഖലകളിൽ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള യോഗമുണ്ടാകും. പുതിയ സൗഹൃദ ബന്ധങ്ങളിൽ കൂടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയും. കുറേ യാത്രയൊക്കെ ചെയ്യും. ആ യാത്രകൾ നമ്മുടെ വ്യാപാരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകൾക്ക് ഗുണകരമായിട്ട് വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആത്മീയതയുള്ള യോഗ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് യോഗമുണ്ടാകും. അതിലൂടെ അംഗീകാരം, സമൂഹത്തിൻ്റെ അംഗീകാരം, സ്വതസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കാനുള്ള സാഹചര്യം ഇതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അവർക്കൊരു ഇരട്ട നേട്ടം കൂടെയുണ്ട് ഈ ഇടവക്കൂറുകാർക്ക്. എന്താണ്? 2025 മെയ് മാസം ആകുമ്പോൾ വ്യാഴം അവരുടെ 2ാം ഭാവമായ അഥവാ ധനഭാവമായ മിഥുനത്തിലേക്ക് കടക്കും. അപ്പോഴെന്താണ് ഗുണം? ജന്മവ്യാഴം മാറുകയാണ്. ഇടവക്കൂറുകാർക്ക് ജന്മക്കൂറിൽ കൂടെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അതിന് കുറച്ച് ദോഷങ്ങളുണ്ട്. വ്യാഴം ശുഭഗ്രഹമാണെങ്കിലും ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് കുറേയേറെ മാനസികമായ പ്രയാസങ്ങളുണ്ടാക്കും. ഇപ്പോൾ അതൊക്കെ മാറും. ഈ മെയ് മാസം ആകുമ്പോഴത്തേക്കും അതെല്ലാം മാറിയിട്ട് വ്യാഴത്തിൻ്റെ ശുഭഫലങ്ങൾ, 2ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് ധനഭാഗ്യ യോഗം കിട്ടുന്ന കാലമാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടും ഗുണമുണ്ടാകും. പങ്കാളിയെ കൊണ്ടും ഗുണമുണ്ടാകും. അതായത് സ്നേഹബന്ധങ്ങൾ ദൃഢമാകാനുള്ള യോഗമുണ്ട്. കാരണം ഈ ഭാവങ്ങൾ തമ്മിലൊരു പരസ്പര ബന്ധമുണ്ടല്ലോ. അപ്പം ശനിയെക്കൊണ്ടും വ്യാഴത്തെക്കൊണ്ടും ഗുണമുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത്. ആർക്ക്? ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക്. അപ്പോൾ അവർ കൃത്യമായ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ പിന്നെ ചെയ്യേണ്ട വഴിപാടുകൾ, ശനിപ്രീതിക്കായിട്ടും ശാസ്താപ്രീതിക്കായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നല്ല കാലമാണല്ലോ വരുന്നത്, ദൈവത്തെ വിചാരിക്കേണ്ട എന്നല്ല, ദൈവത്തെ കൂടുതൽ ആ സമയത്ത് നമ്മളോട് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ ഒടുവിൽ പറയാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ചിത്തിരയുടെ 2ാമത്തെ പകുതി, ചോതി, വിശാഖം ആദ്യത്തെ 3/4 ഭാഗം, ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ച തുലാക്കൂറുകാരുടെ ഫലമാണ് അടുത്തത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി 6ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഏതാണ്? മാർച്ച് 29 മുതൽ അങ്ങോട്ടുള്ള കാലം. ശരിക്കും മാർച്ച് 29 മുമ്പ് തന്നെ ശനി അനുഭവങ്ങൾ തന്നു തുടങ്ങും. കാരണം ശനി എന്ന് പറയുന്നത് മന്ദൻ എന്നാണ് പറയുന്നത്, വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. പക്ഷേ ശനിക്കൊരു ഗുണമുണ്ട്. ശനി ഒരു രാശിമാറ്റം നടത്തുന്നതിന് മുമ്പ് തന്നെ ആ രാശിമാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ചെറിയ തോതിൽ തന്നു തുടങ്ങും. ആ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഉയർച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. കർമ്മ മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വരുമാനം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ചെറുകിട ബിസിനസ്സുകളിലൊക്കെ ആണെങ്കിലും നല്ലൊരു വരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരും. പിന്നെ ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗമുണ്ട്. മക്കളോടൊപ്പം യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കും.
പൊതുവെ കുടുംബത്തിൽ വളരെ ഒരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. പിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രേഖകളോ നേരത്തെ പോയ ആഭരണങ്ങളോ ഒക്കെ തിരികെ കിട്ടാനുള്ള യോഗമുണ്ട്. ജീവിത നിലവാരം പൊതുവെ വർദ്ധിക്കും. ഒരു ഹയർ ക്ലാസ്സിലോട്ടുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള ജീവിതത്തിൽ നിന്നും കുറച്ചുകൂടെ ഒരു നിലവാരമുള്ള, കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ജോലി കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറേയേറെ ധനം കയ്യിലേക്ക് വരുന്നത് കൊണ്ടോ നമ്മുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. നല്ലൊരു വീട് വാങ്ങിച്ചോ താമസിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് കുറച്ചുകൂടെ സൗകര്യപ്പെടുത്തി അതിൽ താമസിക്കാനോ ഒക്കെ യോഗമുണ്ടാവും. മക്കളുടെ വിവാഹമൊക്കെ നടക്കാൻ യോഗമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക്, യുവാക്കൾക്കൊക്കെ നല്ല പങ്കാളികളെ ലഭിക്കാനും യോഗമുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. കുറേയേറെ ആളുകൾക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യാനായിട്ട് അവസരമുണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചിട്ടിയിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമൊക്കെയുള്ള ധനഭാഗ്യ യോഗം ഉണ്ടാകാം. ഇൻഷുറൻസിൽ നിന്നൊക്കെ ധനഭാഗ്യ യോഗം ഉണ്ടാകാം. പിന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ, ഷെയറുകൾ, അതിൽ നിന്നൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതിൽ നിന്നും എത്രയോ ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിലും അത് സാവധാനം പഴയ സ്റ്റേജിലേക്ക് കയറി വരും. നല്ലൊരു വിലയ്ക്ക് തന്നെ ഷെയറുകൾ വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ഭൂമി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. ഭൂമി വാങ്ങിച്ച് വീട് വെക്കാനോ അല്ലെങ്കിൽ നിക്ഷേപമായിട്ട് ഭൂമി വാങ്ങിച്ചിടാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭൂമി വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്കൊരു ഇരട്ട നേട്ടം കൂടെ ഉണ്ട്. എന്താണ്? മെയ് മാസത്തിൽ വ്യാഴം അവരുടെ ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലേക്ക് കടക്കും. അപ്പോൾ അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും. അപ്പോൾ ഈ 2 കൂറിൽപ്പെട്ട ആളുകൾക്ക്, അതായത് ഇടവക്കൂറിലും തുലാക്കൂറിലും പെട്ട ആളുകൾക്ക് വളരെ ഗുണകരമാണ് ശനിയുടെ ഈ രാശിമാറ്റം. അടുത്തത് എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും വരുന്ന മകരക്കൂറുകാർക്കാണ്. മകരക്കൂറുകാർക്ക് സ്ഥാനം കൊണ്ട് ശനി 3ാം ഭാവത്തിലാണ് വരുന്നത്. അതായത് മകരം, കുംഭം, മീനം 3ാം ഭാവത്തിലാണ് ശനി വരുന്നത്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്, അത് സാധിക്കും. അതുപോലെ തന്നെ മുടങ്ങി കിടന്നിരുന്ന പ്രൊമോഷൻ, മുടങ്ങി കിടന്നിരുന്ന ശമ്പള വർധനവ്, ഇതൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി നന്നായിട്ട് മെച്ചപ്പെടും. ശത്രുക്കളുടെ ദോഷമൊക്കെ മാറും. ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനായിട്ട് സാധിക്കും. പുതിയ മേഖലയിൽ ബിസിനസ് ചെയ്യാനായിട്ടും സാധിക്കും. പഠന പുരോഗതി നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സിന് പ്രവേശനം കിട്ടാനും സാധ്യതയുണ്ട്. എൻട്രൻസ് ടെസ്റ്റൊക്കെ എഴുതുന്നവർ മനസ്സർപ്പിച്ച് തന്നെ എഴുതുക. അതുപോലെ KAS തുടങ്ങിയ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട്. PSCയുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവർ കൃത്യമായിട്ട് പഠിച്ച് ഒരു ഷെഡ്യൂൾ വെച്ച് തന്നെ പഠിക്കണം. കാരണം അവർക്ക് വളരെ സാധ്യതയുള്ളൊരു സമയമാണ് 3ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം. മകരക്കൂറുകാർക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. അവരുടെ രാശിനാഥനാണ് ശനി. അതുകൊണ്ട് തന്നെ ആ ഒരു ആനുകൂല്യം കൂടി അവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. വിവാഹം നടക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകും. കൃഷി മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ധനഭാഗ്യ യോഗം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജോലിയിൽ, സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സേവനം അംഗീകരിക്കപ്പെടുകയും ശമ്പള വർധനവോടുകൂടിയുള്ള സ്ഥാനമാനങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ വിതരണം ചെയ്യുന്ന, അതായത് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാമല്ലോ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഈ ചെറുകിട ഡിസ്ട്രിബ്യൂഷൻ ആളുകളുണ്ടല്ലോ, ഏജൻസികൾ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ വളരെ ഗുണകരമായ കാലഘട്ടമാണ്. അവർക്ക് ബിസിനസ് നന്നായിട്ട് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വീടുകളിൽ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഓർഡറുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശനി സാധാരണ തരുന്ന പോലെ തന്നെ ചിട്ടി, ഭാഗ്യക്കുറികൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ഇതിൽ നിന്നൊക്കെ സാമാന്യമായ ലാഭം കിട്ടാനും മകരക്കൂറുകാർക്ക് യോഗമുണ്ട്. ഭൂമി വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അതിലൂടെ നല്ലപോലെ ധനം കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ കാലഘട്ടമാണ്. അതുപോലെ ജോലി ലഭിക്കാൻ യോഗമുണ്ട്, വിവാഹയോഗമുണ്ട്, സന്താന യോഗവും ഉള്ള കാലഘട്ടമാണ്. ഈ
സന്താനങ്ങളെ പ്രതീക്ഷിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ, ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൽ പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ നല്ല സന്താനയോഗമുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി വഴിപാടുകൾ ചെയ്യുക. വിഷ്ണു ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ബിസിനസ് നന്നായിട്ട് വർദ്ധിക്കുന്നതാണ്. സാമൂഹ്യമായ അംഗീകാരങ്ങൾ, സമുദായത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. പൊതുപ്രവർത്തനങ്ങൾ നല്ല നേട്ടം ഉണ്ടാക്കും. കുടുംബത്തിന് സൽപ്പേര് ഉണ്ടാക്കും. കുടുംബ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബദേവതയുടെ ക്ഷേത്രത്തിൽ, കുടുംബദേവതാ ക്ഷേത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബദേവതയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഗ്രാമദേവത കാണും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാനും കുടുംബാംഗങ്ങളോടൊത്ത് ദർശനം നടത്താനും ഒക്കെ യോഗമുണ്ട്. കഴിവുകൾ വളരെയേറെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കുമൊക്കെ ഗുണകരമായ സമയമാണ്. ശത്രുക്കളുടെ ദോഷം നന്നായിട്ട് കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ മകരക്കൂറുകാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് 2025 മെയ് മാസത്തിൽ വ്യാഴം അവരുടെ 6ാം ഭാവമായ മിഥുനത്തിലേക്ക് കടക്കും. അപ്പോൾ ഈ 6ാം ഭാവത്തിൽ വ്യാഴം വരുമ്പം വ്യാഴം മറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ശത്രുദോഷം നമുക്ക് ഒളിഞ്ഞ രീതിയിൽ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ്. ദൈവാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അപ്പം പൂർണ്ണമായിട്ടും ദൈവാധീനം നമ്മളിലേക്ക് എത്തിച്ചേരുകയില്ല, ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വിഷ്ണു ഭഗവാനെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ ദേവതയാണല്ലോ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ശനിക്ക് വഴിപാടുകളുണ്ട്. ശനി ദോഷം മാറാനും ശനിയുടെ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് കിട്ടാനുമൊക്കെയുള്ള ചില ചടങ്ങുകൾ ഈ വീഡിയോയുടെ ഒടുവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൽഫലങ്ങൾ നമ്മളിലേക്ക് എത്താനായിട്ട് സഹായകരമായിരിക്കും. അടുത്തത് പുണർതത്തിൻ്റെ അവസാന പാദം പൂയം, ആയില്യം ഇത്രയും വരുന്ന കർക്കിടകക്കൂറുകാരുടെ കാര്യമാണ്. പുണർതത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്ക് ശനി 9ലേക്കാണ് മാറുന്നത്. അവർക്ക് ഇടത്തരം രീതിയിലുള്ള ധനയോഗത്തിനാണ് ഭാഗ്യമുള്ളത്. അപ്പോൾ അങ്ങനെ ഇടത്തരം രീതിയിലുള്ള കുറേ നേട്ടങ്ങളും ഉണ്ടാകും. ഇപ്പോൾ വ്യാപാര രംഗത്താണെങ്കിലും ഒരു വൻ നേട്ടമൊന്നും ഈ സമയത്തുണ്ടാകില്ല. പക്ഷേ നമുക്ക് സാധാരണ കിട്ടുന്ന ലാഭത്തിൽ നിന്നും അല്പം കൂടെ ലാഭം ഉണ്ടാകും. പക്ഷേ വലിയ സംരംഭങ്ങൾ, വലിയ മുതൽ മുടക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വിജയിപ്പിക്കാനായിട്ട് ഒരല്പം പ്രയാസമാണ് ഈ സമയത്ത്. അതായത് ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് വലിയ മുതൽ മുടക്കുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് ഇത് അത്ര അനുയോജ്യമല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ പരിഹാരങ്ങളും ഒക്കെ ചെയ്തിട്ട് ആ രംഗത്ത് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും വേണം. എഗ്രിമെൻറ്റുകളൊക്കെ സൂക്ഷിക്കണം. അതേസമയത്ത് ചെറുകിട വ്യാപാരം, ഏജൻസികൾ, പെട്ടെന്ന് ആദായം നൽകുന്ന കൃഷികൾ, ഇതിൽ നിന്നൊക്കെ നല്ല ധനം ലഭിക്കുന്നതാണ്. ഗുണകരമായിട്ട് തന്നെ കിട്ടും. പക്ഷേ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ നല്ല കാര്യം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മൾ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. എതിരാളികളുടെ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ടാകും. അതേസമയത്ത് സുപ്രധാന കാര്യങ്ങൾക്കായിട്ട് കുടുംബാംഗങ്ങളെ കൂട്ടി ഒരു കുടുംബയോഗമോ അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയൊക്കെ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ തീരുമാനമെടുക്കാനൊക്കെ സാധിക്കും. നല്ലൊരു കാരണവരായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ വിലമതിക്കപ്പെടും. സന്ദർഭോചിതമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഉണ്ടാകും. പക്ഷേ നമ്മുടെ വാഗ്ദാനങ്ങൾ പിന്നീട് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് തീരാതെ ശ്രദ്ധിച്ചോണം. അതേ ഉള്ളൂ. കുടുംബാംഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയുക. അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. പിന്നെ ശുഭകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. മനസ്സ് ശുഭചിന്തകളിൽ ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. വലിയൊരു ദോഷകരമായ കാലഘട്ടമല്ല. പക്ഷേ ശനി 9ൽ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഗുണകരമാണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാകും. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, രത്നക്കല്ലുകൾ തുടങ്ങിയവ വാങ്ങാനായിട്ട് പണം മുടക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് മക്കളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസർവായിട്ട് മേടിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അത്തരം കാര്യങ്ങൾ, ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വാങ്ങിക്കാനും അവിടെ വീട് വയ്ക്കാനും അല്ലെങ്കിൽ വീട് പണി ആരംഭിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത്.
എടുത്തു ചാടിയുള്ള കാര്യങ്ങൾ വേണ്ട. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച ശേഷം പണം മുടക്കുക. പിന്നെ ആളുകളോട് സമത്വഭാവനയോടെയും നല്ല വാക്കുകൾ ഉപയോഗിച്ചും ഒക്കെ പെരുമാറുന്നത് ഏറ്റവും ഉത്തമമാണ്. കാരുണ്യം കാണിക്കുക. വലിയ യുദ്ധത്തിനൊന്നും പോകാതെ കാരുണ്യം കാണിക്കുക എല്ലാവരോടും, എല്ലാ ജീവികളോടും. അപ്പോൾ ഇങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട്. 2025 മെയ് മാസത്തിൽ വ്യാഴം അവരുടെ 12ാം ഭാവമായ മിഥുനത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ 12ൽ വ്യാഴം എന്ന് പറയുമ്പം ഒരു നിർഭാഗ്യത്തിൻ്റെ സൂചനയാണത്. എന്ന് പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവുണ്ടാകും. അത് ദൈവാധീനം പൂർണ്ണമായും ലഭിക്കില്ല എന്നുള്ളതാണ്. വ്യാഴം പൂർണ്ണമായിട്ടും മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഈ സമയത്ത് നേരിടും. ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പം പൂർണ്ണമായിട്ടും അവർക്ക് ഗുണകരമെന്ന് പറയത്തില്ല. ശനി 9ൽ നിൽക്കുന്നതിൻ്റേതായ ഭൂമി സംബന്ധമായിട്ടൊക്കെയുള്ള ഗുണമുണ്ടാവും. അതുപോലെ തന്നെ സുപ്രധാന കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കും. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും നമുക്ക് ആ ശത്രു ദോഷം മാറിയെന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായ ദൈവാധീനം നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 4 രാശിക്കാരും ഈ 4 കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും ചെയ്യേണ്ട വഴിപാടുകൾ, ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ശനിദോഷം മാറാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശാസ്താവിനെ നിത്യവും പ്രാർത്ഥിക്കുന്നതും ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഗ്രഹം കിട്ടാനായിട്ട്, ശനി ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ശനിയുടെ അതിദേവതയാണ് ശാസ്താവ്. ശാസ്താവിനെ ഭജിക്കുന്നതിലൂടെ ശനിദോഷം മാറുകയും ശനിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കാനും അത് സഹായിക്കും. പ്രധാനമായിട്ട് ശനിയാഴ്ച ദിവസമാണ് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത്. നീരാജനം, എള്ളുതിരി തെളിയിക്കൽ, എള്ളു പായസം തുടങ്ങിയവ സമർപ്പിക്കാം. അപ്പോൾ ശനിദോഷം മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ശനിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. കറുപ്പോ നീലയോ വസ്ത്രങ്ങൾ ധരിച്ച് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ ഒരു നെയ്വിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ ഒരു എള്ളുതിരി തെളിയിക്കുക എന്നുള്ളതൊക്കെ തീരെ ചിലവ് കുറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ ശനിദോഷം മാറുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ സന്താന യോഗം ആഗ്രഹിക്കുന്നവരും അതുപോലെ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, പഠനത്തിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ വെണ്ണ പാദങ്ങളിൽ സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക. എന്നിട്ടത് പ്രസാദമായിട്ട് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ വെണ്ണ കഴിക്കുന്നതിലൂടെ നമുക്ക്, വെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കുന്ന ഒരു ഔഷധവും കൂടിയാണ്. വെറ്റിലയും അങ്ങനെ തന്നെ. പിന്നൊന്ന്, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് നീലപ്പെട്ട് സമർപ്പിച്ച് ശനീശ്വര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. അത് നല്ലതാണ്. അതുപോലെ ഒരു എള്ളുതിരി തെളിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ അത് വളരെ നല്ലതാണ്. നവഗ്രഹ പ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രത്തിലാണെങ്കിൽ ശിവഭഗവാനാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ചില റിച്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ. അതായത് ശനിയാഴ്ച ഉപവാസം എടുക്കുക, അന്ന് ശനീശ്വര പൂജ നടത്തുക, ശനീശ്വര മന്ത്രം ജപിക്കുക. ഇതൊക്കെ ഗുണകരമാണ്. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, ഈ വൈശാഖ മാസം വരുമ്പോൾ, അതായത് ഏപ്രിൽ മെയ് മാസത്തിനിടയ്ക്ക് വൈശാഖ മാസം വരുമ്പം, വൈശാഖ മാസത്തിലെ അമാവാസി ദിവസം ശനി ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത്. അത് വ്രതമെടുത്ത് വിധിപ്രകാരം ആചരിക്കുന്നത് കടബാധ്യത കുറയ്ക്കാനും ധനം വന്നു ചേരാനും ഉത്തമമാണ്. അപ്പോൾ കടം കുറേയേറെ അടച്ചു തീർക്കാനുള്ള പൈസ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ രത്ന നിർണയം നോക്കുമ്പം ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് അനുകൂലമാണെങ്കിൽ പുരുഷന്മാർ വലതുകൈയുടെ നടുവിരലിൽ, അതുപോലെ സ്ത്രീകൾ ഇടതുകൈയുടെ നടുവിരലിൽ ഇന്ദ്രനീലക്കല്ല് പതിപ്പിച്ച മോതിരം ധരിക്കുന്നത് നല്ലതാണ്. ശരിക്കും ഇരുമ്പിൽ കെട്ടിയാണ് ധരിക്കേണ്ടത്. അത് സാധിച്ചില്ലെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ കെട്ടി ധരിക്കാവുന്നതാണ്. രത്നം നമ്മുടെ ശരീരവുമായിട്ട് സ്പർശിച്ച് കിടക്കണം. വിരലിൻ്റെ ത്വക്കുമായിട്ട്, സ്കിന്നുമായിട്ട് സ്പർശിച്ച് കിടക്കുന്ന രീതി വേണം മോതിരം ധരിക്കാൻ. അല്ലാതെ അടിവശം മുഴുവൻ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ രത്നത്തിൻ്റെ ഫലം നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ ഇന്ദ്രനീലം ധരിക്കാൻ ധനശേഷിയുള്ളവർ അത് ചെയ്യാവുന്നതാണ്. പിന്നെ ചൊല്ലാവുന്ന ഒരു ശനി സ്തുതിയുണ്ട്. നമുക്ക് വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 108 തവണ ജപിക്കാൻ പറ്റുന്ന ശനി സ്തുതിയാണ്. ശനിയുടെ 10 നാമങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള 10 പര്യായങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദശനാമ സ്തോത്രം. കോണാസ്ത പിംഗലോ പ്രഭു കൃഷ്ണോ രൗദ്രോ ദന്തകോ യമ സൗര്യ ശനൈശ്ചരോ മന്ദ പിപ്പാലോദത സംസ്തുത. കോണാസ്ത പിംഗലോ പ്രഭു കൃഷ്ണോ രൗദ്രോ ദന്തകോ യമ സൗര്യ ശനൈശ്ചരോ മന്ദ പിപ്പാലോദത സംസ്തുത.
ഈ ശനിയുടെ പര്യായങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ശ്ലോകം 108 തവണ രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതാണ് ഈ 4 കൂറുകളിൽപ്പെട്ട വിവിധ നക്ഷത്രക്കാർക്ക് ശനി ഭഗവാൻ മീനരാശിയിലേക്ക് മാറുമ്പോഴുള്ള അനുഭവങ്ങൾ. അപ്പം അതിൽ 2 രാശിക്കാർക്ക് വളരെ ഗുണകരമാണ്, മറ്റ് 2 രാശിക്കാർക്ക് ഇടത്തരം ഗുണങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ 4 കൂറുകളിൽപ്പെട്ട ആൾക്കാർക്കും ധനഭാഗ്യയോഗം നന്നായിട്ട് ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ശനി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുക. ശനിദോഷം ഇല്ലല്ലോ, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണ്ട അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചാൽ, മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശനി ഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും. കടങ്ങൾ മാറുക എന്ന് പറയുന്നതിന് വലിയൊരു അനുഗ്രഹമാണല്ലോ, അതിന് ശനി ഭഗവാൻ സഹായിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്ക്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ശനി ഭഗവാനെ ഒരു നേരമെങ്കിലും ഒന്ന് മനസ്സിൽ ഓർക്കുക. വ്യാഴം ദോഷകരമായിട്ട് മെയ് മാസം മുതൽ വരുന്ന നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാന് എന്തെങ്കിലും നെയ്വിളക്കോ താമരമൊട്ട് സമർപ്പിക്കലോ പാൽപ്പായസമോ തുളസിമാലയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് വിഷ്ണു ഭഗവാനും കൂടെ ചെയ്യുക. മാസത്തിലൊന്നോ 3 മാസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി. കാരണം വലിയൊരു ദീർഘകാലമാണ് ശനി ഒരു രാശി കൂടെ സഞ്ചരിക്കുന്നത്. അതുപോലെ വ്യാഴമാണെങ്കിൽ 1 വർഷം ഒരു രാശി കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് ആ വ്യാഴത്തിൻ്റെ ദോഷകരമായിട്ട് വരുന്ന നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാനും കൂടെ ഈ ശനി ഭഗവാന് ചെയ്യുന്ന വഴിപാടുകളോടൊപ്പം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.